ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഡ്രൈവർ ഗ്രേഡ് 1 തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ കാറുകൾക്കും ജീപ്പുകൾക്കും അംഗീകൃതമായ നിലവിലുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 1/1/2026 20-36 മധ്യയാണ്. 1/1/1990 2/1/2008 മധ്യ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. നിയമന കാലാവധി വരുന്നത് 179 ദിവസത്തേക്കാണ്. വേതനം 770 രൂപയാണ് പെർ ഡേ ലഭിക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 10/8/2026 രാവിലെ 10 മണിക്കാണ്. അടുത്തത് അസിസ്റ്റന്റ് ലൈൻമാൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ അല്ലെങ്കിൽ ടെക്നിക്കൽ സെക്കൻഡറി സ്കൂൾ പാസ്സായവരും കൂടാതെ വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ സർക്കാർ നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവരുമായിരിക്കണം. പ്രായപരിധി വരുന്നത് 1/1/2026 20-36 മധ്യയാണ്. നിയമന കാലാവധി വരുന്നത് 179 ദിവസമാണ്. 730 രൂപയാണ് പെർ ഡേ വേതനം ലഭിക്കുക. കൂടിക്കാഴ്ച നടക്കുന്നത് 11/8/2026 ഉച്ചയ്ക്ക് 12 മണി മുതലാണ്. അടുത്തത് ഹെൽപ്പർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 7ാം ക്ലാസ് പാസ്സാണ്. കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ KCBക്ക് കീഴിൽ NMR വർക്കറായിട്ട് കുറഞ്ഞത് 6 മാസമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രിക്കൽ വിങ്സിൽ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 1/1/2026 18-36 മധ്യയാണ്. നിയമന കാലാവധി വരുന്നത് 179 ദിവസമാണ്. 710 രൂപയാണ് പെർ ഡേ വേതനം ലഭിക്കുക. കൂടിക്കാഴ്ച നടക്കുന്നത് 11/8/2026 ഉച്ചയ്ക്ക് 3 മണി മുതലാണ്. അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 4 ഒഴിവാണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. പ്രായപരിധി വരുന്നത് 1/1/2026 25-36 മധ്യയാണ്. 179 ദിവസത്തേക്കാണ് നിയമന കാലാവധി വന്നിട്ടുള്ളത്. പ്രതിമാസ വേതനം 44,000 രൂപയാണ് ലഭിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 11/8/2026 ഉച്ചയ്ക്ക് 2 മണി മുതലാണ്. അടുത്തത് പ്ലംബർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേരള ഗവൺമെൻറ് അംഗീകരിച്ച ITI അല്ലെങ്കിൽ ITC തത്തുല്യ പ്ലംബർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 1/1/2026 18-36 മധ്യയാണ്. 179 ദിവസത്തേക്കാണ് നിയമന കാലാവധി വരുന്നത്. 770 രൂപയാണ് പെർ ഡേ ലഭിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 10/8/2026 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായി വയസ്സുളവ് ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ള ഹിന്ദുക്കളായ ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട രേഖകൾ ID പ്രൂഫ് എന്നിവയുടെ ഒറിജിനലും പകർപ്പും സഹിതം അന്നേ ദിവസം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകാവുന്നതാണ്. കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് 1 മണിക്കൂർ മുമ്പ് എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.